ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്ന് മുതൽ ഒരു സീരീസ് തുടങ്ങുകയാണ്. അതായത് മസ്റ്റ് വാച്ച് മൂവി എന്ന് പറഞ്ഞ് നമ്മുടെ ഹെഡിങ് കൊടുത്ത് നമ്മുടെ ഇവിടെ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ചില മൂവീസ് ഞാനിവിടെ പേര് പറയും. അതിൻ്റെ ഒരു ചെറിയൊരു ഹിന്റ് തരും. അതിൻ്റെ ഡയറക്ടർ, ആക്ടേഴ്സ്, അതിൻ്റെ ഒരു എങ്ങനെയുണ്ട് കാണാൻ പറ്റുന്ന മൂവി, എന്തൊക്കെയാണ് കാണാൻ കാരണങ്ങൾ എന്നൊക്കെ ഇതിൽ പറയുന്നൊരു വീഡിയോസ് ഇന്ന് മുതൽ നമ്മൾ ഡെയിലി ഇല്ലെങ്കിലും നല്ല നല്ല മൂവീസ് വരുമ്പോഴൊക്കെ ഞാനത് കണ്ട് എനിക്കിഷ്ടപ്പെട്ട നിങ്ങളെ കൂടി ആ ഒരു മൂവിൻ്റെ പേര് കാണിച്ച് അത് ഇഷ്ടപ്പെട്ട് കാണിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ മസ്റ്റ് വാച്ച് മൂവി പാർട്ട് 1 ആണിത്. ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മൂവി. ഞാൻ ഇന്നലെ കണ്ടിട്ടുള്ളൂ. ജൂൺ 19 ഇറങ്ങിയ നമ്മുടെ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്റ്റ് ചെയ്ത ഒരു ബ്രില്യൻ മൂവി. അധികം വലിയ കാസ്റ്റിംഗ് ഒന്നുമില്ല, അതായത് വലിയ വലിയ ആക്ടേഴ്സ് ഒന്നും ഇതിലില്ല. പക്ഷെ നമ്മുടെ മെയിൻ ആക്ടറായ ടൊവിനോ ഇതിലൊരു ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ട്. അതായത് ഒരു 3/4 മണിക്കൂറോളം മൂപ്പർ ഇതിലുണ്ട്. പക്ഷെ മെയിൻ ക്യാരക്ടറായി വരുന്നത് ഒരു അമ്മയും കുഞ്ഞുമാണ്. അമ്മയും കുഞ്ഞും ഫസ്റ്റ് മുതലേ ആ അമ്മയാണ് ഇതിൽ ശരിക്കൊരു ലീഡിങ് ക്യാരക്ടറായി നിൽക്കുന്നത്. അതായത് ഒരു ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഇതിൽ വരുന്നത്. ഓക്കെ, അതായത് ലേഡി മെയിൻ ക്യാരക്ടറാണ് ഇതിൽ വരുന്നത്, ആ ഒരു അമ്മ. ഓക്കെ, ആ അമ്മക്കൊരു കുഞ്ഞുണ്ട്. ആ അമ്മയും കുഞ്ഞുമാണ് ഇതിൽ ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ഈ സ്റ്റോറി കൊണ്ടുപോകുന്നത്. അവസാനം കുട്ടി വലുതായിട്ട് കുട്ടി പിന്നെ മാറി, അമ്മ പക്ഷെ അമ്മനെയാണല്ലോ. അങ്ങനെ ആ അമ്മ അതന്നെയാണ് ഈ സ്റ്റോറി. ഓക്കെ, ആ അമ്മയെ വിട്ടുകൊടുക്കാത്ത ഒരു കുഞ്ഞും കുഞ്ഞെ വിട്ടുകൊടുക്കാത്ത അമ്മ, അതായത് അമ്മ പറയുന്നത് മാത്രം അതുപോലെ കേൾക്കുന്ന ഒരു കുട്ടി. ഓക്കെ, കുട്ടിക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മ. അവര് ഓരോ ഇതിന്ന് രക്ഷപ്പെടാൻ നോക്കി 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 അങ്ങനെ ഒരു വമ്പൻ സ്റ്റോറി. അതായത് ട്വിസ്റ്റ് ഉണ്ട്. കോമഡി ആയിട്ട് വലിയ കോമഡി ഒന്നുമില്ല, പക്ഷെ ഒരു സീരിയസ് ആയിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടിരിക്കാൻ തോന്നും, എന്ത് സംഭവിക്കും, അതായത് ഇനി എങ്ങോട്ടാണ് പോകുന്നത്, അടുത്തത് എന്ത്. പിന്നെ അതിൽ മെയിൻ ആയിട്ട് വരുന്ന ഒരു വല്യമ്മച്ചി ഉണ്ട്. അതായത് ഈ അമ്മ നോക്കാൻ പോകുന്ന ഒരു വല്യമ്മച്ചി ഉണ്ട്. ആ വല്യമ്മച്ചി അടിപൊളിയാ, നല്ല ആക്ടിങ് ആണ്. അതായത് അത് കുറച്ച് കോമഡി ആയിട്ടോ. ആ വല്യമ്മച്ചി വരുന്ന ഭാഗമൊക്കെ അത്യാവശ്യം നല്ല കോമഡിയാണ്. പക്ഷെ ആ വല്യമ്മച്ചി അത്യാവശ്യം നല്ല ആക്ടിങ്ങും പിന്നെ നമ്മളൊക്കെ ചിരിപ്പിക്കും. അതായത് നിങ്ങൾ കാണാം, നിങ്ങൾ മൂവി കാണാം. പിന്നെ മെയിനായിട്ട് പറയുന്നത് കുട്ടിയുടെ ആക്ടിങ് ആണ്. കുട്ടിക്ക് വലിയ ഡയലോഗൊന്നുമില്ല, പക്ഷെ ആ ആക്ടിങ് അടിപൊളിയാണ്. കുട്ടി വലുതായിട്ട് വരുന്ന ആ വലിയ ആളായി അഭിനയിച്ച ക്യാരക്ടറും നൈസാണ്. വലിയ ഡയലോഗ്സ് ഒന്നും ഇല്ല, പക്ഷെ വലുതായിട്ട് ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ അടിപൊളിയായിട്ട് ആ കുട്ടി എങ്ങനെയാണോ ആ ഒരു ക്യാരക്ടർ ചെയ്തത് അതുപോലെ തന്നെ വലിയ ആളും ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ടൊവിനോ അഭിനയിച്ച ഏരിയാസ് അടിപൊളി ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ ടൊവിനോ ചെയ്തിട്ടില്ല. ഓക്കെ, ഒരു നിങ്ങൾ കണ്ടോളൂ. അപ്പൊ എന്തായാലും മൂവിയുടെ പേര് ബാലൻ ദ ബോയ്. ഓക്കെ, അതാണ് മൂവിയുടെ പേര്. 2026 ഇറങ്ങിയ മൂവിയാണ്. ജൂൺ 19 ഇറങ്ങിയ മൂവിയാണ്. ഇപ്പൊ ടെലഗ്രാമിലൊക്കെ ലിങ്കും കാര്യങ്ങളും കിട്ടും. കിട്ടാത്തവർക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരുന്നതാണ്. റയാനെ എന്ന് പറഞ്ഞ പേജിൽ മെസ്സേജ് അയച്ചാൽ ഞാൻ അയച്ചു തരും ലിങ്ക്. ഓക്കെ, അപ്പോൾ ബാലൻ ദ ബോയ് എന്നാണ് ഈ മൂവിയുടെ പേര്. ചിദംബരം ഡയറക്റ്റ് ചെയ്ത്, നമ്മൾ മഞ്ഞുമൽ ബോയ്സിന്റെ ഡയറക്ടറായ ചിദംബരം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ലാൽ സാറിന്റെ മകനുണ്ട്, ടൊവിനോ ഉണ്ട്, പിന്നെ ബാക്കി എല്ലാവരും ഒരു അത്യാവശ്യം ലെവൽ ക്യാരക്ടർ അത്രേ ഉള്ളൂ. അതായത് വലിയ സൂപ്പർ സ്റ്റാർസ് എന്നുള്ള മൂവി അല്ല, പക്ഷെ അടിപൊളി സ്റ്റോറി ഉണ്ട്, ട്വിസ്റ്റ് ഉണ്ട്. മസ്റ്റ് വാച്ച് എന്റർടൈനിങ് മൂവിയാണ്, കാണുക. ബാലൻ ദ ബോയ്. അപ്പോൾ ഇനി അടുത്ത മൂവി ഞാൻ വീഡിയോ ചെയ്യും. അടുത്ത മൂവി കണ്ട് ഇഷ്ടപ്പെടുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യും. അത് ഈ പുതിയ മൂവീസിനാവണമെന്നില്ല, നിങ്ങൾ ചിലപ്പോൾ കാണാൻ മിസ്സായ മൂവീസ് ഉണ്ടാവില്ല, അതൊക്കെ ഞാൻ ഇടും. ചിലപ്പോൾ കണ്ടവരുണ്ടാവാം, കാണാത്തവർക്ക് വേണ്ടിയാണ് വീഡിയോ. ഓക്കെ, അപ്പോൾ അടുത്ത പാർട്ട് സീരീസ് വരും. എല്ലാവരും വീഡിയോസ് കണ്ട് നല്ല മൂവീസ് ആണെങ്കിൽ നിങ്ങളും കാണുക. ഫ്രീ ടൈം കിട്ടുമ്പോൾ എല്ലാവർക്കും മൂവി കാണാൻ പ്രശ്നമില്ലല്ലോ, അങ്ങനെ കാണുക. അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം. ബൈ.